ഇന്ന് എൻ്റെ കൂടെ ഒരു അടിപൊളി സിംഗർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം. റിജി റിയാസ്, വെൽക്കം ടു ദി ഷോ. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാടിയത് ഈ സിനിമയിലായിരുന്നു, രാജയിലായിരുന്നു. അന്ന് ചെറിയ കുട്ടിയാ, അന്ന് ഒരു 15 വയസ്സൊക്കെ ആകുന്നേ ഉള്ളൂ. അത് റസാഖാട് വലിയൊരു ഫാനായിരുന്നു ഞാൻ. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ട്രാക്കുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ പോലെ ഒരു ന്യൂ കമറിനെ റാസക്ക ഭയങ്കര ഫ്രീഡത്തോടു കൂടി സ്വീകരിച്ചു. എനിക്ക് ഒരു നേരം ചോറ് മിസ്സാക്കിയിട്ടില്ല എൻ്റെ ഉമ്മച്ചി. ഒരു നേരം എനിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം തന്നു വിട്ടിട്ടില്ല. അപ്പം അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ പാതിരാത്രി 4 മണിക്കൊക്കെ വരുമ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കും. ഭയങ്കര ഉമ്മച്ചിക്ക് ശരിക്കും എന്താ? ക്യാൻസറാണ്. സൗണ്ട്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു ദിവസം എൻ്റെ സൗണ്ട് അടഞ്ഞു. പക്ഷെ അത് ഞാൻ വിചാരിച്ചത്ര എളുപ്പത്തിൽ എനിക്ക് തിരിച്ചു വന്നില്ല. ഓൾമോസ്റ്റ് 1 മാസം എടുത്തു. അപ്പം ആ 1 മാസം ഞാൻ അനുഭവിച്ചത് ചെറുതൊന്നുമല്ല. ഞാനിപ്പം പറഞ്ഞുള്ളൂ, ഷറഫ് ഖാ നമ്മളോട് കുറച്ച് ട്രാക്സ് ഒക്കെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വന്തം ഗാലറി വിഷന് വേണ്ടി. അപ്പം ഇപ്പൊ അതിനുള്ള പണിപ്പുരയിലാണ്. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ കുറച്ച് നല്ല പ്രോഡക്ട്സുമായിട്ട് വരുന്നതാണ്. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ഒരു അടിപൊളി സിംഗർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം. റിജി റിയാസ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറേ സിനിമകളിൽ പാടിയിട്ടുള്ള ഒരാളാണ് റിജി റിയാസ്. അപ്പൊ അതിൽ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ പോക്കിരി രാജയിലെ പാട്ടൊക്കെ ഭയങ്കര വൈറലായിരുന്നു അല്ലേ? ശരിക്കും എനിക്ക് തോന്നുന്നു ആ പാട്ടിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. സന്തോഷം. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം, കരളിൽ തകിലടിച്ചു, നെഞ്ചിൽ ഉത്സവ മത്സരമായി ഉള്ളത്തുടി തുടിച്ചു, വന്നല്ലോ കല്യാണം അമ്പിളി ചന്ദന കിണ്ണം, നിറഞ്ഞ വെണ്ണിലവിൽ ചിരിമഴ നനയാൻ വന്നല്ലോ കല്യാണം. അടിപൊളി. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് മമ്മൂക്കേന്റെ ആ ഒരു ഡാൻസ് ഒക്കെ അങ്ങ് ഞാൻ കണ്ടു. അടിപൊളി സ്റ്റെപ്പ്. പ്രത്യേകിച്ച് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇപ്പോഴും അല്ലേ, ഇപ്പോഴും ഭയങ്കര വൈറലാണ് ഈ പാട്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാടിയത് ഈ സിനിമയിലായിരുന്നു, രാജയിലായിരുന്നു. അന്ന് ചെറിയ കുട്ടിയാ, അന്ന് ഒരു 15 വയസ്സൊക്കെ ആകുന്നേ ഉള്ളൂ. അതിന്റെ സീരിയസ്നെസ് ഒന്നും അത്ര മനസ്സിലാവാതെ എന്താന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഒരു സിനിമയിൽ പാടാന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് അത്. അന്നത്തെ സമയത്ത് ഇത് പാടി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാൻ റിയാലിറ്റി ഷോസിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എൻ്റെ കൂടെ അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് ഇനി എന്താണ് ആഗ്രഹം? ഒരു സിനിമ പാടണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകുന്നതാണ്. അപ്പം പറഞ്ഞു പാടിയല്ലോ, അപ്പൊ ഇനി എന്താന്ന് ചോദിക്കുന്നത് എനിക്കറിയില്ല. കാര്യം അത് ആ സമയത്ത് എന്റെ ഒരു അൾട്ടിമേറ്റ് ആഗ്രഹമാണ്. അത് സാധിക്കുകയും ചെയ്ത്. പക്ഷെ അത് സാധിച്ച സമയത്ത് അതിന്റെ ഒരു വാല്യൂ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നമ്മളെ പ്രായത്തിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു വലിയൊരു ബാനറിന്റെ മൂവി. അതെ അല്ലെ, മമ്മൂക്കയുടെ മൂവി. മമ്മൂക്ക, പൃഥ്വിരാജ്. അടിപൊളി ബഡ്ജറ്റ് പടം. അതെ. എങ്ങനെയാ വരുന്നത്? ഓഫർ എങ്ങനെയാ വരുന്നു? അത് എനിക്ക് നമ്മുടെ അൽഫോൻസ് സാറിന്റെ MJ സാറിന്റെ ഒക്കെ ഒരു മാനേജറിനെ പരിചയം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചതായിരുന്നു. അപ്പൊ അന്ന് വാപ്ചി ഒന്നും കൂടെ ഇല്ല എൻ്റെ കൂടെ. വാപ്ചി പുറത്തെവിടെയായിരുന്നു ഉള്ളത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ചേട്ടാ എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല, എൻ്റെ കൂടെ വാപ്പി ഇല്ല എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ നിന്ന് തൊട്ട് ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ് കയറിയിട്ട് ബസ് കയറി വൈറ്റിലയിൽ വാ, ബാക്കി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അങ്ങനെയൊന്നും പോയി ശീലമൊന്നുമില്ല. ഞാൻ അങ്ങനെ വാപ്ചി ഇല്ലാണ്ട് എവിടെയും പോവാറുമില്ല. പക്ഷെ എന്തോ ഒരു ധൈര്യത്തിന്റെ പുറത്ത് അങ്ങ് പോയി. വാപ്ചി പറഞ്ഞു പോകുമ്പോള് ഞാൻ വാപ്പി അങ്ങോട്ടേക്ക് വരാന്നൊക്കെ പറഞ്ഞു പോയി. വാപ്ചി ഒന്നും ഒറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അങ്ങ് പോയി. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും പാടുമ്പോഴും എനിക്ക് പാട്ട് മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല. ഇതെന്താ പാട്ടെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഭാഗം അനുപല്ലവിയില് 4 വരി, ചരണത്തിൽ 4 വരി. ഈവൻ
ഈ പാട്ടിലൊരു ഹുക്ക് ലൈൻ ഉണ്ട്, കരളിൽ തകിലടിച്ചു, അതുപോലെ ഞാൻ കേട്ടിട്ടില്ല. അത്ര ഒന്നും ഞാൻ കേട്ടില്ല. ഞാൻ പാടിയ 4 വരി മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരു 8 വരി. അപ്പൊ അത് പാടി കഴിഞ്ഞ എന്നോട് പറഞ്ഞു ട്രാക്ക് സിംഗിങ് ആണ്, ഇത്ര വലിയ സീരിയസ്ലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടെൻഷനൊന്നും ആവേണ്ട ആവശ്യം, സീരിയസ്നെസ് വേണ്ട. അത്ര ടെൻഷനായി ഓവർ ഫോക്കസ് ആയിട്ട് കൊളാക്കേണ്ട കാര്യമില്ല. ജാസ് ചേട്ടൻ എന്നോട് പറഞ്ഞു ട്രാക്കാണ്, നമുക്ക് വേണമെങ്കിൽ മാറ്റി പാടാം എന്നൊക്കെ. ഓക്കെ. അങ്ങനെ ഇത് കഴിഞ്ഞ് ഒരു 3 days കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. എന്നോട് ഈ ചേട്ടൻ തന്നെ പറഞ്ഞു, അപ്പൊ സോങ് ഷൂട്ടാ, സോങ് ഷൂട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഓഡിയോ റിലീസ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, നെക്സ്റ്റ് വീക്ക് വരണം എന്ന് പറഞ്ഞു ജാസ് ചേട്ടൻ വിളിച്ചു. അപ്പൊ ഞാൻ പറയേ അപ്പൊ കിളിവായത് വലിയ തോന്നി. അത് ചോദിച്ചു, പറഞ്ഞു ഉണ്ട്, പാട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് മമ്മൂക്കൊക്കെ കേട്ടപ്പോ പറഞ്ഞു ഓക്കെ ആണല്ലോ, ഇനി എന്തിനാ മാറ്റേണ്ട ആവശ്യമില്ല, വോയിസ് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ശ്രീയാശ്രൻ എന്ന് പറഞ്ഞ ആക്ട്രസ് ആണല്ലോ അഭിനയിച്ചത്. അതെ. അപ്പം അവരുടെ വോയിസ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ അതിന്റെ ഓഡിയോ റിലീസിന് ജാസ് ചേട്ടൻ എന്നെ ഇങ്ങനെ മമ്മൂക്കയും പൃഥ്വിരാജും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു. ഹിയർ വി പ്രസന്റിങ് പ്ലേബാക്ക് സിംഗർ റിജിയ എന്നാണ് പേര്. കുട്ടി ഇതിലെ മെയിൻ സോങ് പാടിയിട്ടുള്ളത് ഈ കുട്ടിയാണ്, ബി ലോഷൻ പാടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേറെന്ത് വേണം അച്ചീവ്മെന്റ് അല്ലേ. നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നു അന്ന്? നമുക്ക് പറഞ്ഞിരുന്നു നല്ല തുടക്കമാണ്, ഇത്രയും നല്ല തുടക്കമാണ്. അതെ, സത്യം. അതില് ഇനിയിപ്പം അതിലും വലുത് ഇനി വരാനുണ്ടെന്നൊന്നും ചിന്തിക്കേണ്ട, ഇനി അങ്ങോട്ട് ഇതേപോലെ തന്നെ പോട്ടെ, എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവും. വീട്ടിൽ അറിയായിരുന്നോ ഇത്രയും വലിയൊരു മൂവിക്കാണ്? അന്ന് വാപ്പി വന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വാപ്പിക്ക് ശരിക്കും ഇതിന്റെ സീരിയസ്നെസ് അന്ന് അറിഞ്ഞിരുന്ന വാപ്പി? ഇല്ല, വാപ്സിക്കും അറിയില്ല. വാപ്സി ഇതൊക്കെ കഴിഞ്ഞ് എന്നെ തിരിച്ച് ജാസ് ചേട്ടൻ തന്നെയാണ്, ജാസ് ചേട്ടൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിയാ. എന്റെ വീട് ഏകദേശം മെയിൻ റോഡ് പോലൊക്കെ തന്നെയാണ്. അപ്പം അവര് പോകുന്ന വഴി തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. എന്നോട് പറഞ്ഞു താനെങ്ങനെയാ പോവുക? ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിൽ പോക്കോളാം, കുഴപ്പമില്ല. എന്നോട് പറഞ്ഞു വേണ്ട, ഞാനും അത് വഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോന്നിട്ട് ആ ചേട്ടനും എന്നെ വിളിച്ച ചേട്ടനും ഞങ്ങൾ എല്ലാവരും ഒരേ വണ്ടി തന്നെ അവിടെ ഇറങ്ങി. വാപ്സി ഒന്ന് ചോദിച്ചു പാട്ടെങ്ങനെയുണ്ട് ചോദിച്ചു. പറഞ്ഞു അടിപൊളി പാട്ടാ, അത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. 8 വരി ഞാൻ എന്ത് മനസ്സിലാക്കാനാ, നല്ല പാട്ടാന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ ഓഡിയോ റിലീസിന്റെ അന്ന് അവിടെ പ്ലേ ചെയ്തത് ആകെ ഈ പാട്ടാ. ആളുടെ സൗണ്ട് ഞാൻ പാടിയ അല്ല, ഈ പാട്ട് ഫുള്ളി പ്ലേ ചെയ്തു അവിടെ വലിയ LED-യില്. ഈ പാട്ട് ഫുള്ളി അതിന്റെ ഒരു അടിപൊളി വിഷ്വലൊക്കെ വെച്ചിട്ട് പ്ലേ ചെയ്തു. അപ്പൊ വാപ്സിന്റെ അറിയുന്നത് ഇത്ര സംഭവമായിരുന്നു അല്ലേ? ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ സിനിമ പാടിയെന്നൊക്കെ? ഇല്ല, ആരോടും പറഞ്ഞില്ല. ഇല്ല. എന്നുവെച്ചാലേ ഇതൊരു 8 വരിയല്ലേ ഉള്ളത്. ഈ 8 വരി എന്നുള്ളത് എന്റെ മനസ്സിൽ ഒരു ചെറിയ കാര്യമാണ് അന്ന്. ഇന്നിപ്പോ ഒരു ലാ പാടാനാണെങ്കിലും ഒരു സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്താന്ന് എനിക്കറിയാം. അതെ, അന്ന് എനിക്കത് അറിയില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗന്ധർവ സംഗീതത്തിലെ പാടുന്ന സമയത്താണ് ഇത് ഞാൻ പാടിയത്. അപ്പൊ നെക്സ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നത് ചെലവുണ്ടിട്ടോ. ഞാൻ പറഞ്ഞു ചെലവെന്തിനാ? അവരിന് സിനിമ പാടിയില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാടി, അതൊരു 8 വരി പാടിയിട്ടുള്ളൂ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. 8 വരിയോ? ഇവിടെ 1 വരി പാടിയ ആൾക്കാർ ഭയങ്കര ചാട അടിച്ച് നടക്കും. എന്നിട്ടോ 8 വരി പാടിയിട്ട് അപ്പോഴാണ് എനിക്കിത് മനസ്സിലാകുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണെന്നുള്ളത്. ഓക്കെ. അതിന് മുന്നേ കുറെ റിയാലിറ്റി ഷോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിന് മുൻപ് എന്നല്ല, അതിന് മുൻപ് ഞാൻ ഒന്നേ ചെയ്തിട്ടുള്ളൂ, സൂപ്പർ സ്റ്റാർ മാത്രം. ഓക്കെ, അമൃതയിലെ അതായിരുന്നു ഫസ്റ്റത്തെ. അതായിരുന്നു ഫസ്റ്റ്. ഇതിന് ശേഷം മൈലാഞ്ചിയിലൊക്കെ വരുന്നത്. അതെ അതെ, പട്ടുമാൽ മൈലാഞ്ചിയൊക്കെ ഇതിന് ശേഷം. അതെ, അതും അത്ര എന്താ പറയാ പരിചിതമല്ല ആയ കാര്യങ്ങളല്ല. അതായത് ഒരു പ്ലേബാക്ക് സിംഗർ ആയതിനു ശേഷം ഇങ്ങനെയുള്ള പരിപാടികളിൽ പോകുക എന്നുള്ളത്. അതെ, സാധാരണ ഇതൊന്ന് പ്ലേബാക്ക് സിംഗറിലേക്കാ പോവാ, പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നു. അത് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു. അതായത് പോണോ വേണ്ടയോ എന്നുള്ളൊരു സംഭവമൊക്കെ. പക്ഷെ എനിക്ക് കുറച്ച് നല്ല റിലേഷൻഷിപ്സ് ഉള്ള ആളുകളോടൊക്കെ ഞാൻ, അതായത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളോടൊക്കെ ഞാൻ ചോദിച്ചു ഇങ്ങനെ എനിക്കിതൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കാര്യം വെച്ചാൽ നമ്മളിപ്പോ ഒരു സിനിമയെ പാടിയെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മളാരും അറിയില്ല, നമ്മളാരും ഓർക്കൂല. സത്യം. അപ്പം ഞാൻ ചോദിച്ചു ഈ സ്റ്റീഫൻ ചേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാരെ എനിക്ക് നല്ല ബന്ധമുണ്ട്, ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ട്. അപ്പൊ സ്റ്റീഫൻ ചേട്ടനോടൊക്കെ ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടേട്ടോ? അപ്പൊ ഏട്ടൻ പറഞ്ഞു നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നീ ചെയ്യുക, അതിപ്പോ വലുത് ചെറുത് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, ചിലപ്പോ ഇതിലൂടെ ആയിരിക്കും വേറെ എന്തെങ്കിലും വരാൻ പോകും. അതെ അതെ. അപ്പം വെറുതെ വീട്ടിലിരുന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഗോ അഹെഡ് ചെയ്യൂ, എന്താന്ന് വെച്ചാൽ വരണോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതെ, അങ്ങനെ ഞാൻ പോയതായിരുന്നു. അങ്ങനെയാണ് മൈലാഞ്ചി പട്ടുമാലൊക്കെ ഒക്കെ വന്നത്. ഓക്കെ. ഇത് ഗന്ധർവ സംഗീതത്തിൽ ചെയ്യുന്നോണ്ടിരിക്കുമ്പോഴല്ലേ ഇതിൽ ചെയ്തത്? അപ്പൊ അന്നത്തെ ജഡ്ജസും ഒക്കെ പറഞ്ഞിരുന്നു, അതായത് അന്ന് എന്നെ കൊണ്ട് പാടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അഞ്ജലി ചേച്ചിയും ഉണ്ണിമേനോൻ സാറും ഒക്കെ ആയിരുന്നു. അപ്പം എന്നെ കൊണ്ട് ഇങ്ങനെ പാടിച്ചു. അവരുടെ മുന്നിൽ ഇത് പാടിയപ്പോ അവരൊക്കെ ഭയങ്കരമായിട്ട് പ്രൗഡായി. നമ്മുടെ ഷോയിൽ വന്നൊരു കുട്ടി സത്യം സിനിമയിൽ പാടിയല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ജയിലർ,
ഒരു ദുബായ്ക്കാരൻ അല്ലേ, അതിലൊക്കെ ചെയ്തു. എനിക്ക് ജയിലറിൽ 3 പാട്ടും പാടിയത് നിങ്ങളല്ലേ അല്ലേ? അതെന്റെ ഹസ്ബൻഡാ മ്യൂസിക് ചെയ്തത്. ആഹാ, നിങ്ങൾ കുടുംബപരമായി കലാകാരന്മാരാണ്. ഈ ഹസ്ബൻഡിന്റെ പാട്ട് ചെയ്യുന്ന സമയത്തെ കൂടുതൽ ടെൻഷൻ ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരുന്നു? കാരണം ഹസ്ബൻഡാണ്, തെറ്റിപ്പറ്റ ചീത്ത നന്നായിട്ട് പറയും. അതില്ലേ എനിക്ക് തോന്നുന്നു അത് ആദ്യത്തെ ഒരു പാട്ടില്ലേ, ഞാൻ ഇക്കാന്റെ ഭാര്യ ആകുന്നതിന് മുൻപ് ഇക്കാൻ്റെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇക്കാന്റെ കൂടെയുള്ള എന്റെ വേഴ്സ്റ്റ് എക്സ്പെരിമെന്റ്. റെക്കോർഡിങ്ങില് എന്റെ ഏറ്റവും, ഞാനൊരു 5ാം ക്ലാസ് ഒക്കെ മുതൽ റെക്കോർഡിങ്സ് ചെയ്യുന്നതാണ്. എന്റെ വാപ്സിന്റെ പാട്ടുകളാണെങ്കിലും ഒക്കെ പാടാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് ആളോട് ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. അതെങ്ങനെ ഇഷ്ടമല്ലാതെ ഇറങ്ങി പോകുന്ന എങ്ങനെ ഇഷ്ടം തോന്നുന്നത്? അത് എക്സ്പീരിയൻസ് പറയാം നമുക്ക്. വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഞാൻ എങ്ങനെ പാടിയിട്ട് ഇയാൾ കൺവിൻസ്ഡ് ആവുന്നില്ല. സിനിമയിലേക്കുള്ള പാട്ടാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അതിന്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ് ഞാനിത് പാടുന്നത്. പക്ഷെ സ്റ്റിൽ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും പല പല രീതിയിലായിരിക്കും അവർ പറഞ്ഞു തരുന്നത്, അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പൊ പുള്ളി ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പുള്ളിയെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. പുള്ളിയുടെ ആവശ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി വരുന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. പുള്ളി കൺവിൻസ് ആകുന്നില്ല. എന്നിട്ട് ഞാൻ കൺസോളിൽ നിന്ന് ഇറങ്ങി വന്ന്, ഐ മീൻ ബൂത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കൺസോളിൽ വന്നിട്ടും പുള്ളി എന്നോട് പറഞ്ഞത് ചിലപ്പോൾ ഒന്നുകൂടി വരേണ്ടി വരും എന്ന് പറഞ്ഞു. ജാടാ എനിക്ക് ഇയാളെ ഞാൻ പറഞ്ഞ് ഓക്കെ വിളിച്ചോ, കുഴപ്പമില്ല ഞാൻ വന്നോളാട്ടോ. പക്ഷെ ഞാനങ്ങനെ വെറുപ്പൊന്നും മുഖത്ത് കാണിച്ചിട്ടില്ല. അപ്പം എനിക്ക് പൈസ തന്നപ്പം, ക്യാഷ് കയ്യിൽ വന്നപ്പോൾ അത് താഴെ വീഴുകയും ചെയ്ത്. എല്ലാം കൊണ്ടും പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പൈസ ഒക്കെ എടുത്ത് ഞാൻ പോയി. പക്ഷെ അത് തന്നെയാ സിനിമയിൽ വന്നത് കേട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു കോണ്ടാക്ട് വന്ന എങ്ങനെയാ, പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചിന്റെ ഫൈനലിസ്റ്റ് ആയി എന്നുള്ളത് ഒക്കെ കണ്ടു. ടിവിയില് സെലക്ഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടു. അപ്പം ഒരു കൺഗ്രാജുലേഷൻസ് പറയാൻ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ അങ്ങനെ വിളിച്ചല്ലോ. പക്ഷെ അത് ഭയങ്കര ഒരു കൈൻഡ് ഫോണായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അതൊരു മ്യൂസീഷ്യൻ വിളിക്കുമ്പോൾ നമുക്കത് ഭയങ്കര വാല്യൂ ഉള്ളൊരു കാര്യം. സത്യം. അപ്പം അങ്ങനെ സംസാരിച്ച് പിന്നെ ബാക്കിയെല്ലാം സ്ട്രേറ്റ് ആയിരുന്നു. എന്നെ ആദ്യത്തെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-ാമത്തെ മാസം ഞങ്ങൾ കല്യാണമായിരുന്നു. അതാണ് പ്രപ്പോസ് ചെയ്ത? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പ്രപ്പോസിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മള് നല്ല വൈബാണ്, സെറ്റാണെന്ന്. നമുക്ക് വാപ്ചിനോട് ചോദിച്ചതായിരുന്നു. അങ്ങനെ പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല. ഇല്ല, പെട്ടെന്ന് കല്യാണം കഴിച്ചോ ഇരിക്കുന്നു അല്ലെ? എന്റെ വീട്ടിലും സെറ്റായിരുന്നു, ഇക്കാരുടെ വീട്ടിലും സെറ്റായിരുന്നു. ഓക്കെ, നമുക്ക് ഹസ്ബൻഡ് ഈണം നൽകിയ ഭാര്യ പാടിയ പാട്ടൊന്ന് കേൾക്കാം. ജയിലർ മൂവിയിലല്ലേ? ജയിലറില്. ഓക്കെ, ജയിലറില് കുറെ പാട്ടുകൾ ഉണ്ടെങ്കിലും എനിക്ക് അതിലൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതിലൊരു ലല്ലബി ഉണ്ട്, ഒരു താരാട്ട് പാട്ടുണ്ട്. ഓക്കെ, അത് പാടും. അതിന്റെ വരി എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല, നോക്കാം. രാവിന്നിലാവലം മാഞ്ഞു മന്നോരന്നൂനമുണർന്നു കൂടേറാൻ കിളികളൊഴിഞ്ഞു താരാട്ടാൻ തിന്നലടഞ്ഞു ഉൾനോവിൻ ഉലയൂതാതെ ഒന്നു മറന്നു മയങ്ങിട രാവിന്നിൻ ലാവലം മാഞ്ഞു മന്നോരം മൗനമുണർന്നു. വാട്ട് എ സ്വീറ്റ് വോയിസ്. കാണുന്ന അതേപോലെ തന്നെ രജീനെ കാണുമ്പോഴും ഭയങ്കര ഒരു കുട്ടി ഫീലാ, അതുപോലെ തന്നെ സൗണ്ടും ഭയങ്കര സ്വീറ്റാ. പിന്നെ ഹസ്ബൻഡെ കൊള്ളാട്ടോ, നല്ല മ്യൂസിക്. ഇപ്പൊ ഇത് പാടുന്നു, അതിന് ശേഷം, അത് കല്യാണത്തിന് ശേഷം പിന്നെ ഏതെങ്കിലും ഒരുമിച്ച് വോക്കൊക്കെ ചെയ്തിരുന്നോ? പിന്നെ ഒന്നിച്ച് അങ്ങനെ അതിനുശേഷം പിന്നെ എല്ലാം ഒന്നിച്ചുള്ള വർക്കിംഗ്. അതായത് ഡിസ്കഷൻ കമ്പോസ് ചെയ്യുമ്പോൾ മുതൽ ഞാൻ ഉണ്ടായിരുന്നു എപ്പോഴും. എനിക്കാ തോന്നിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വർക്ക് കുറച്ചുകൂടി എളുപ്പമായി എന്നുള്ളത് തന്നെ പറയാറുണ്ട്. അതായത് എപ്പോഴും ഒരു ഔട്ട്കം എങ്ങനെയാ വരിക എന്നുള്ളത് ഒരു സിംഗർ പാടിയാലായിരിക്കും നമുക്ക് മനസ്സിലാവും ആസ് എ കമ്പോസർ സൈഡ് നോക്കുമ്പോൾ. അപ്പം എപ്പോഴും ഞാൻ ഒരു വരിയാണെങ്കിലും ഒക്കെ എന്നോട് പറയും ഇത് പാട്, ഒരു വാക്കാണെങ്കിൽ പറയും ഇത് പാട് പറയും. അപ്പം പാടുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് ഒരു ഫ്രെയിം മനസ്സിലാവും, ഒരാൾ ഇത് പാടിയാൽ എങ്ങനെ ഉണ്ടാവും ജസ്റ്റ് മനസ്സിലാവും. അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ
ഞാനും ഇങ്ങനെ സജഷൻസ് ഒക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷെ അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. പിന്നെയാണ് ഇപ്പം എല്ലാം കൂടി മൊത്തത്തിൽ ഞാൻ തന്നെ ഞാനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹിന്ദി റിയാലിറ്റി ഷോയില് സരിഗമ അല്ലെ, അതിന്റെ പേരെന്തായിരുന്നു? ZTV സ്വർണ്ണസ്വർ ഭാരത്. അതാ സ്വർണ്ണസ്വർ. ഓക്കെ, ZTV അല്ലേ? ഓക്കെ, സ്വർണ്ണസ്വർ ഭാരത് അല്ലേ? നമ്മള് ഓരോന്ന് കാണും, അതായത് റീലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നാമത് ഹിന്ദിയാണ്, പിന്നെ വേറെ വശമില്ലാത്ത ഭാഷയായതുകൊണ്ട് അങ്ങോട്ടേക്ക് ഞാൻ പോകാറില്ല. പാട്ട് നമ്മൾ ആസ്വദിക്കും. ശരിക്കും എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു അതർ ലാംഗ്വേജിലേക്ക് പോകുമ്പോ ബുദ്ധിമുട്ടുണ്ടോ? ലാംഗ്വേജ് ഒക്കെ കിട്ടാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ലായിരുന്നു, പക്ഷെ കേട്ടാൽ മനസ്സിലാവുമായിരുന്നു. അതാണ് ആകെയുള്ളൊരു ധൈര്യം. ഓക്കെ, പിന്നെ നന്നായിട്ട് ഹിന്ദി അറിയാം? ഇല്ല, എന്തായാലും എന്താ പാട്ട് നമുക്ക് അറിയാലോ അല്ലേ? ഭയങ്കരമായിട്ട് അതായത് ധൈര്യം തരും. നമ്മള് 0 ആണെങ്കിലും കാരണം കോൺഫിഡൻസ് ഇങ്ങനെ കേൾക്കുമ്പില്ലേ നമുക്ക് എന്തോ ഒരു ധൈര്യം. എങ്ങനെ നമുക്ക് ഒരു പുഷ് ചെയ്യാൻ നമുക്ക് ശരിക്കും ഒരാൾ ഉണ്ടാവാന്ന് വെച്ചാൽ വലിയ ഭാഗ്യമാണ്. ശരിക്കും നമ്മുടെ റിയാലിറ്റി ഷോ ഇതിൽ പോയിട്ടും എന്താ വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്ത് എന്തൊക്കെയാ? ഇവിടെ ഒരു എന്താ പറയാ, ഇവിടെ നമുക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടാറുണ്ടെങ്കിലും അധിക സമയവും നമുക്കൊരു 1 hour 2 hour ക്ലാസ് ഒക്കെ മേ ബി ഇവിടെ ഗ്രൂമിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാറ്. പക്ഷെ അവിടെ അങ്ങനെ അല്ല. അവിടെ ഒരു മ്യൂസീഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ആ പാട്ടിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നതല്ല. രാവിലെ ഇപ്പോൾ ഒരു 7 മണിക്ക് യോഗ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 8 മണിക്ക് 8:30-ക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 9 മണിക്ക് നമ്മൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം. എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ക്ലാസ്സാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർ മ്യൂസിക് ക്ലാസ് എങ്ങനെയാണ് അത് തന്നെ അവിടെ ഉണ്ടാവുക. അല്ലാണ്ട് നിങ്ങൾ പാടുന്ന പാട്ടിങ് പാടുന്ന ഒരിക്കലും പറയില്ല. അതാണ് അവിടെ തരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വോക്കൽ ട്രെയിനിങ്, ഇവിടെ ബ്രീതിങ് എക്സസൈസ് കാര്യങ്ങൾ, അത് ഓരോരുത്തരുടെ എന്താ പറയാ ന്യൂനതകൾ നോക്കിയിട്ട് അതിനെ തിരുത്താനുള്ള രീതികളൊക്കെ പറഞ്ഞു. ചിട്ടവട്ടമുള്ള കറക്റ്റ്. അതായത് എങ്ങനെയാണ് ഒരു ഗുരുകുല സമ്പ്രദായം എന്നൊക്കെ പറയില്ല, അതുപോലെ ഇതുകൊണ്ട് തീരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ 9 to 12 ഒരു ക്ലാസ് ഉണ്ടായാല് ഒരു 1 hour നമുക്ക് ബ്രേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലഞ്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ 1 മണി 1:30 ആകുമ്പോഴേക്കും വീണ്ടും ജോയിൻ ചെയ്താൽ ഒരു 4 മണി വരെ നമ്മുടെ പാട്ടുകൾ മാത്രം ഡിസ്കസ് ചെയ്യും. അഗെയിൻ സന്ധ്യാരതി എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം ഉണ്ട്. 6 മണിയാവുമ്പോ 6 മണിയാകുമ്പോൾ ആ 2 മണിക്കൂർ നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാം, പാട്ട് പഠിക്കാം, ഉറങ്ങാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ സന്ധ്യാരത്തി തുടങ്ങിയ മേ ബി ഒരു 11 മണി വരെ അതും ഉണ്ടാവും. അതായത് എത്ര 6 മണി മുതൽ രാത്രി 11 മണി വരെ. അതിനിടയിൽ ചിലപ്പോൾ ഡിന്നറിന് ബ്രേക്ക് ഉണ്ടാവും. അത് തരും കേട്ടോ, ഇതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതല്ലാതെ നമുക്കിപ്പോ സുഖമില്ല എന്നൊന്നും പറഞ്ഞിട്ട് റൂമിൽ പോയി ഒരു 1/2 മണിക്കൂർ കിടക്കാന്നൊന്നും വിചാരിച്ചാൽ സമ്മതിക്കില്ല. അവിടെ എന്തിനാ നമ്മൾ വന്നിട്ടുള്ളത് എന്നുള്ളത് അവരത് നമ്മളെ പിഴിഞ്ഞെടുത്തോണ്ടിരിക്കും. പക്ഷെ അതിന്റെ റിസൾട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടുണ്ടാവും, കിട്ടും ചെയ്യും അല്ലേ? ഓക്കെ, അവിടെ പാടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് പാടിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ പാട്ട് ഏതായിരുന്നു? അങ്ങനെ ചോദിച്ചാല് എല്ലാ പാട്ടുകളും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാടാൻ ഇഷ്ടപ്പെട്ട. ഓക്കെ, നമ്മള് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നൂല? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടായിരുന്നു. ജാഗോ മോഹന പ്യാരേ ജാഗോ ജാഗോ മോഹന പ്യാരേ ജാഗോ നവയുഗ ഛൂമേ നയന തിഹാരേ ജാഗോ ജാഗോ മോഹന പ്യാരേ. അപ്പൊ ഈ പാട്ടെന്ന് വെച്ചാല് പാടുന്ന സമയത്ത് ഞാനിങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുകയാണ്. അതായത് ഞാനാണോ വേറെ കുട്ടിയാണോ ഔട്ടാകുക എന്നുള്ള ഏകദേശം ഒരു അസംഷൻ ഉണ്ടാവും. പക്ഷെ അപ്പം എന്നോട് ട്രെയിനീസ് ഒക്കെ പറയും, ഈ സോങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഇത് നീ എങ്ങനെ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നിന്റെ ഇത്തണത്തെ റിസൾട്ട്. ഒറ്റ പാട്ടേ ഉള്ളൂ പെർഫോം ചെയ്യാൻ, ഇതിൽ തീരുമാനമാവും. അപ്പം എനിക്ക് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പൊ കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു പാട്ടും കൂടിയാണിത്. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ പടച്ചവന്റെ അത്ഭുതം എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും നന്നായി പാടാൻ പറ്റിയൊരു പാട്ട് കൂടി. എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ പാടാൻ പറ്റുമെന്നല്ലേ? ഓക്കെ, അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തില് സീല ജൂറി ആയിട്ട് നിന്നു. അതെ അല്ലേ? അവിടെ കണ്ടസ്റ്റന്റ് ആയിട്ട് പോകുന്നു, ഇവിടെ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കണ്ടസ്റ്റന്റ് ജൂറിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര പ്രൗഡായിരുന്നു. അങ്ങനെ
ആ സെറ്റിലേക്ക് അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. സത്യം ശരിക്കും ഒരു കണ്ടസ്റ്റന്റിന്റെ പൾസ് നമുക്ക് അറിയാൻ പറ്റും. നമ്മളും ആ സെയിം ഇതാണെന്ന് മനസ്സിലാവും എങ്ങനെയായിരിക്കും. ഭയങ്കര പ്രൗഡായിരുന്നു. അത് കൂടാതെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻജോയ് ചെയ്തൊരു സെറ്റായിരുന്നു ഭയങ്കരമായിട്ട്. കാര്യം അവിടെയുള്ള അധികം എൻ്റെ കൂടെയുള്ള ജൂറീസ് ഒക്കെ തന്നെയും എൻ്റെ ഫ്രണ്ട്സിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടുകയും ചെയ്തു. ഷീ സ്റ്റിൽ വിത്ത് മീ, മുഫീദ എന്നാണ് പേര്. അവളൊരു നല്ല സിംഗറാണ്. ഷീ ഈസ് ഓൾസോ ഈ സൂപ്പർ സിംഗറിലൊക്കെ, തമിഴില് സൂപ്പർ സിംഗറിലൊക്കെ പാടിയിട്ടുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിംഗർ. അപ്പൊ കുറെ നല്ല റിലേഷൻഷിപ്സും നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ഷോസ് കിട്ടാറുണ്ട്. അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഈ പാടാൻ വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. കാരണം നമ്മൾ ഈ ഒരു സെയിം ഇതിലൂടെ വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ടോ അവരെ? എനിക്ക് പറ്റുന്ന പോലെ. ചിലത് എനിക്ക് തോന്നും അത് പറയണം എന്ന് തന്നെ തോന്നും. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് എന്തെങ്കിലും പറയണം തോന്നിയാൽ അത് പറയും. പ്രശ്നം ഞാനത് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിനുള്ള എനിക്കറിയുന്ന വഴികളൊക്കെ എങ്ങനെയാണ് അത് തിരുത്താൻ പറ്റുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ. ഞാനിപ്പോ അടുത്തിടെ ആയിട്ട് റജീനെ ശ്രദ്ധിക്കുന്നത് ഈ ഹിന്ദി ട്രാക്സ് അത് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് പരിചിതമല്ല ഈ ഹിന്ദി ട്രാക്സ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. ശരിക്കും അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് മാത്രമേ, അതായത് നിങ്ങളുടെ പാട്ടുകാർക്ക് മാത്രമേ അതിനെ പറ്റി അറിയൂ. അപ്പൊ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ട്രാക്സ് എന്നാണ് അതിന് എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടുള്ള ഒരു വേർഡ് അതിന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് ഒരു സിംഗറിന് സിംഗർ ഇസ് എ ടൂൾ ആക്ച്വലി. ഇപ്പോഴും അങ്ങനെ ആക്ച്വലി ഒരു ടൂളാണ്. ഒരു മ്യൂസിക് ഡയറക്ടറിന്റെയോ ഒരു രചയിതാവിന്റെയോ ഒക്കെ ഒരു പ്രോഡക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു സിംഗർ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ അതിന് ഒരു സിംഗറിന് പക്ഷെ അപ്പോ അവിടെ കുറച്ച് ഫ്രീഡത്തിന്റെ കുറവും അവനവന്റെ ഒരു എന്താ പറയാ ഒരു സ്റ്റൈല് ചിലപ്പം നമുക്ക് എല്ലാം ഒന്നും വെക്കാൻ പറ്റില്ല. വെച്ചാൽ ചിലപ്പോ ആ സോങ്ങിന് അത് ആപ്റ്റ് ആവണം എന്നുമില്ല. ആപ്റ്റ് ആവണം എന്നില്ല എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ അലോ ചെയ്യണം എന്നുമില്ല. അദ്ദേഹത്തിന്റെ പാട്ടാണ്, അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് ആണ്, അദ്ദേഹത്തിന് നന്നായി അറിയാതെ എങ്ങനെ വേണമെന്ന്. അപ്പം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യുന്നതോ നമ്മൾ സ്വന്തമായിട്ട് വരികൾ എഴുതുന്നതോ. അപ്പം ഇപ്പോൾ എൻ്റെ പാട്ടിൽ ഒരിക്കലും വരികൾ ഞാനല്ല എഴുതിയിട്ടുള്ളത്, എൻ്റെ ഹസ്ബൻഡാണ് എഴുതിയിട്ടുള്ളത് വിത്ത് ദ ഫുൾ സപ്പോർട്ട്. അതിന് പിന്നെ ഈ പറഞ്ഞ പോലെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഞാനാണ്. അതും ഇക്ക പഠിപ്പിച്ച കാര്യങ്ങളോ അലിക്കാൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ അത്. അപ്പം ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് നമുക്ക് പറയാൻ പറ്റുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. നമുക്ക് തീരുമാനിക്കാം നമ്മുടെ പാട്ട് എങ്ങനെയാവണം എന്നുള്ളത്. ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ, ഒരു മ്യൂസിക് ഡയറക്ടറിനെ തീരുമാനിക്കാം. അപ്പൊ അത് നമ്മളാവുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു സുഖമുണ്ട്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാം. അതെ, അതിനാണ് ഈ ഇൻഡി ട്രാക്ക്. മാത്രമല്ല അതൊരു വലിയ ക്യാൻവാസ് ആണ്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. പറഞ്ഞ പോലെ കഥ, ബഡ്ജറ്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന സിംഗറെ കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാം. വലിയൊരു ക്യാൻവാസ് ആണ്. ഓക്കെ. ഇതൊന്നും ഇപ്പൊ അതില് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു ഇൻഡി ട്രാക്ക് ഞാൻ കണ്ടു. നമ്മുടെ നല്ലൊരു സോങ് ആയിരുന്നു അത്. ലാസ്റ്റ് അതൊന്ന് പാടാം. ഇന്നലെ ഞാൻ ബീച്ച്. ഇന്നലെ അത് സരിഗമയിലിട്ട അല്ലേ? ഓക്കെ, നൈസ് ആയിരുന്നു. അതൊന്ന് പാടും. അതൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പാട്ടായിരുന്നു. ഞാനോ സ്റ്റക്കായി പാടാം. ഇന്നലെ ഞാൻ ബീച്ചിൽ ഒന്ന് കറങ്ങാൻ പോയിടാ, മിന്നല് പോലൊരു ചെക്കനെ കണ്ട് കറങ്ങി വീണടാ. ഇന്നലെ ഞാൻ ബീച്ചിൽ ഒന്ന് കറങ്ങാൻ പോയിടാ, മിന്നല് പോലൊരു ചെക്കനെ കണ്ട് കറങ്ങി വീണടാ. എന്തളിയാ അവൻ പൊളിയാ, എന്റെ ലക്ക നൈസലുക്ക, ഞാനോ സ്റ്റക്കായി നെഞ്ചിലവനോ സ്റ്റിക്കായി, ഞാനോ സ്റ്റക്കായി നെഞ്ചിലവനോ സ്റ്റിക്കായി, പ്രേമമുള്ളിൽ പതിയെ ഗ്രോ അപ്പായി. ഇത് എഴുതിയിരിക്കുന്നത് ഹസ്ബൻഡാണ്. ട്യൂണോ? ഞാൻ. നൈസ്. കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പം ഹസ്ബൻഡും ആളും കൂടിയാണ് ചെയ്യുക. അപ്പൊ എങ്ങനെയാ നിങ്ങൾ തമ്മിൽ ഓക്കെ ആയിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്രീഡം എടുത്ത് പറയാൻ പറ്റുന്ന? ഞാൻ എണീറ്റ് പോവും, വ്യാസ്കണീറ്റ് പോവും, ചിലപ്പോ പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എനിക്കൊക്കെ പിന്നെ ഇരിക്കുക.
അതൊക്കെ ഉണ്ടാവും. എന്നാലും അല്ലേ തട്ടുമുട്ടൊക്കെ ശരിയാക്കും. അത് പിന്നെ അത് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ബേസ് മ്യൂസിക് ആണല്ലോ. അതെ അതെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയവും മ്യൂസിക് തന്നെയാണ്. വേറെ അതിനെ കുറിച്ചൊന്നും വേറെ വിഷയങ്ങൾ ഞങ്ങളുടെ അടുത്ത് കുറവാണ്. അധികവും മ്യൂസിക് തന്നെയാണ്. നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ മ്യൂസിക്കിലെത്തും. അതുമല്ല അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ചിലപ്പോൾ സമയം പോകുന്നത് അറിയില്ല. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അടിയും വഴക്കൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള അടി തന്നെയായിരിക്കും അവസാനം എന്തൊക്കെ വന്നാലും. അത് മ്യൂസിക്കിനെ ചൊല്ലി തന്നെ. അതെ. രണ്ടുപേരും ഒരേ വൈബാവുമ്പോ ഇങ്ങനെ കുറെ എന്താ പറയാ രസങ്ങൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു കുറെ 7 വർഷത്തും കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഹിന്ദുസ്ഥാനി. കർണാട്ടിക് ഞാൻ ചെറുതിലായി പഠിച്ചതായിരുന്നു. ഒരു 3 വയസ്സ് മുതൽ. അന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ അവൈലബിൾ ആയിരുന്നത്, പഠിക്കാൻ അവൈലബിൾ ആയിരുന്നു കർണാട്ടിക് ആയിരുന്നു. ഇപ്പോഴായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനുള്ളിലൊക്കെയാണ് ഹിന്ദുസ്ഥാനി കുറച്ചുകൂടിയൊക്കെ അവൈലബിൾ ആയത് നമുക്ക് പഠിക്കാനൊക്കെ. അന്ന് അതാണ്. പക്ഷെ അത് 7 വർഷം ഞാൻ പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞ് എപ്പോഴൊക്കെയോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് കേട്ടു. ഹിന്ദുസ്ഥാനി എന്നുള്ള മ്യൂസിക് ഉണ്ടെന്ന് കേട്ടു. എറണാകുളത്താണ് ഞാൻ. വാപ്പച്ചി പറഞ്ഞു നമുക്കൊന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി നോക്കാം എന്ന് പറഞ്ഞു. എത്ര വയസ്സിലാണ് പഠിക്കുന്നത് ഫസ്റ്റ്? 7ാം ക്ലാസ് പഠിക്കുമ്പോ. 12 വയസ്സ് ആയിട്ടുണ്ട്. അപ്പം പക്ഷെ കർണാട്ടിക് സ്റ്റോപ്പ് ചെയ്തിട്ടുമില്ല. വാപ്പച്ചി പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം. കാര്യം വാപ്പച്ചിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതിൽ. വാപ്പച്ചി പാടുവോ? വാപ്പച്ചി പറഞ്ഞ പോലെ മ്യൂസിക് പ്രൊഡ്യൂസർ ആണല്ലോ. ഓക്കെ. വാപ്പച്ചി പഴയ മ്യൂസിക് പ്രൊഡ്യൂസർ ആണല്ലേ? ഒരു മാപ്പിളപ്പാട്ട് നന്നായിട്ട് ഞാൻ കിളിയുടെ പ്രൊഡ്യൂസർ ആണ് ഉപ്പാന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനത്തെ കുറെ നല്ല പാട്ടുകൾ വാപ്പച്ചി ഇറക്കി. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കോമ്പറ്റീഷനിലൊക്കെ നിൽക്കുമായിരുന്നോ? നിൽക്കുമായിരുന്നു. ഒരു എന്താ സംഭവിച്ചാൽ ഒരു 3ാം ക്ലാസ് ഒക്കെ ആയപ്പോ തന്നെ മുതൽ എനിക്ക് ഉറപ്പാ ഞാൻ ഏകദേശം പാട്ടുകാരി എന്നെ ആവണുള്ളൂ. എനിക്ക് പറഞ്ഞു ആവണ്ടെന്നുള്ളതിലേക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എന്ത് നടന്നാലും എല്ലാത്തിനും കൊണ്ടേ പേര് കൊടുക്കും. അറിയൊന്നും ഉണ്ടാവില്ല ഒന്നും. പക്ഷെ വെറുതെ ഒരു ആഗ്രഹത്തിന് കൊണ്ട് പേര് കൊടുക്കും. എന്നിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അങ്ങനെ വാപ്പച്ചി ഇങ്ങനെ ചോദിക്കും നീ എന്ത് പുറപ്പാടാന്ന്. അങ്ങനെ അല്ല ശരിക്കും ഭയങ്കര ഭാഗ്യമാണ്. ആദ്യം ഉപ്പച്ചീൻ്റെ കൊണ്ടുള്ള സപ്പോർട്ട്, അതിനുശേഷം ഹസ്ബൻഡും ഈ ഒരു എല്ലാവരും ഈ ഒരു ഫീൽഡിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കും ഭയങ്കര എല്ലാവർക്കും ഞാൻ എപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യവും അല്ല. അതെ അതെ അതെ. കഴിവ് പടച്ചോണ്ട് തരാറുണ്ട് സത്യം. പക്ഷെ കൂടെയുള്ള പിള്ളേർ അങ്ങനെ ആയിരിക്കണം യാതൊരു നിർബന്ധവും ഇല്ല. വേദികളും എനിക്ക് തോന്നുന്നു വിജയെ സംബന്ധിച്ച് ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റിലെ നമ്മൾ സിനിമയിൽ പാടുന്നു, അതിനുശേഷം വീണ്ടും സിനിമകൾ പാടുന്നു, പിന്നെ ഒരുപാട് റിയാലിറ്റി ഷോസ് ചെയ്യുന്നു അല്ലെ? ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ നമ്മളെ കാണുന്ന, നമ്മളെ അടുത്തേക്ക് വരുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? അതായത് സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ? അത്ര തന്നെ പറഞ്ഞ പോലെ ഇപ്പം ഈ ഒരു എക്സൈറ്റ്മെന്റ് ഓഫ് ഒരു സാധനം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ മനുഷ്യന്മാരെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. പക്ഷെ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോസിൽ ഭയങ്കര എന്താ പറയാ എപ്പോഴും ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ ആളുകൾ വരാറുണ്ട്. പക്ഷെ ഇപ്പോ അതെനിക്ക് തോന്നുന്നു ഇപ്പൊ റിയാലിറ്റി ഷോസിലുള്ള കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല. അന്ന് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ ഉള്ള ഒരു സാധനമായിരുന്നു. അന്ന് ആളുകൾ ടിവിന് മുന്നിൽ കാത്തിരിക്കുമായിരുന്നു. 7, 7:30, 8 മണിയൊക്കെ ആവാന് ഷോസ് കാണാൻ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ ടൈമിലുള്ള കുട്ടികൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അസറ്റ് ആയിരുന്നു. ആ ഒരു സ്റ്റാർഡം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഷോനൊക്കെ ഇങ്ങനെ നടന്ന് റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ 2 സൈഡിലും ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കൊരു വേ ഉണ്ടാവും, ഒരു പാത്വേ ഉണ്ടാവും നടന്നു പോകാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ എത്രത്തോളം അത് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം മേ ബി ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പം കുറച്ച് പേർക്കേ അത് കിട്ടുന്നുള്ളൂ. ആ ഒരു അറ്റൻഷൻ കുറച്ച് പേർക്കേ ഉള്ളൂ. അന്നൊരു 20 പേര് ഷോയില് വരുന്നുണ്ട്. ആ 20 പേരും സക്സസ്ഫുള്ളി എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്. അതെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറച്ചുകൂടിയും ബുദ്ധിമുട്ടാണ് ആ ഒരു പ്രേക്ഷകരുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ, അവരെ ഓർത്തിരിക്കാൻ, പേര് ഓർത്തിരിക്കാൻ. എന്തെങ്കിലുമൊക്കെ ഒരു എക്സ് ഫാക്ടറും കൂടിയൊക്കെ നമുക്ക് വേണം എന്നുള്ളത് ഇന്നുണ്ട്. ആക്ച്വലി അന്നെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ സ്റ്റാർസ്. ഇന്നെന്ന് പറയുകയാണെങ്കിൽ ഒരു 10 പേര് എടുക്കുമ്പോൾ അതിലൊരു 8 പേരും ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ട് എല്ലാവർക്കും പ്ലാറ്റ്ഫോം ഉണ്ട്. അതെ, അന്ന് അതുകൊണ്ടായിരിക്കണം അത്രയ്ക്ക് അല്ലേ ഇന്ന് കിട്ടാതെ പോകുന്നതും അന്ന് കിട്ടിയതും ചിലപ്പോൾ. അതെ, അതുകൊണ്ടാണ്. കാരണം ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വേറെ രീതികളിൽ പാട്ടുകാർ അവൈലബിൾ ആണ്. ആളുകൾക്ക് ഇഷ്ടമാണ് ഈ പറഞ്ഞ പാട്ടുകാരെ, ഒരുപാട് പേരെ ഇഷ്ടമാണ്.
അപ്പൊ അതിനിടയിൽ ഒരു സ്ഥാനം കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അതെ, സത്യം. ശരിക്കും റിജിയയ്ക്ക് ഒരു ഫേവറേറ്റ് സിംഗർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ആരായിരിക്കും? എനിക്ക് രാജാ സാറിനെ, റഹ്മാൻ സാറിനെ ആസ് എ മ്യൂസിക് ഡയറക്ടർ. സിംഗർ സിംഗറായിട്ട് ചിത്ര ചേച്ചിയാണ് ഓൾ ടൈം ഫേവറേറ്റ് എപ്പോഴും. എന്താ പറയാ, ചെറുപ്പം മുതലേ അതങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ട് ചിത്ര ചേച്ചീനെ ഫോളോ ചെയ്ത് വന്നോണ്ട് തന്നെ ഇപ്പോഴും ചിത്ര ചേച്ചി അല്ലാതെ വേറൊരു സിംഗറെ പറയാൻ എനിക്കിപ്പോഴും പറ്റാറില്ല. ജാനകി അമ്മ അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനൊന്നല്ല ഇഷ്ടമല്ല. ചേച്ചി ഭയങ്കര സ്പെഷ്യലാണ്. ഞാനൊന്ന് പങ്കെടുത്ത പ്രോഗ്രാംസ് ജഡ്ജൊക്കെ ആയിട്ട് ചേച്ചി ഉണ്ടായിരുന്നില്ലേ? അതായത് മൈലാഞ്ചിയില് നമുക്ക് ഫിനാലയുടെ ടൈമില് ചേച്ചി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഐ വാസ് 5th, എനിക്ക് 5th റാങ്ക് ആയിരുന്നു ഫിനാലയില്. അതായത് 1 മുതൽ 5 വരെയുള്ള 5ാമത്തെ ആളാണ് ഞാൻ. അപ്പം എനിക്ക് അവിടെ ഒരു പ്രൈസ് തന്നത് അത്ര രജിസ്റ്റർ ആയില്ല. അപ്പൊ അന്ന് സമയത്ത് ഭയങ്കരമായിട്ടുള്ള കുറെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ ഷോന് വന്നിട്ടുണ്ടായി. ആ കുട്ടിയെ പരിഗണിച്ചില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവർ തരേണ്ടത് തന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പരാതിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം സർഗോ സാർ പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ നമുക്കതങ്ങ് തിരുത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് സാർ എന്ത് ചെയ്തു വെച്ചാൽ നെക്സ്റ്റ് സീസണിൽ ഞങ്ങൾ ഒരു ഗ്രൂമേഴ്സായിട്ട് ഒരു ബാൻഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഫൈനലിസ്റ്റുകൾ ഞങ്ങൾ അടുത്ത സീസണിലെ കുട്ടികളെ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അന്ന് എനിക്കൊരു സർപ്രൈസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പുതിയ ലോഞ്ച് നടക്കുന്ന വേദിയിൽ പെട്ടെന്ന് സാറ് പറഞ്ഞു വിജയ് അന്ന് സ്റ്റേജിലേക്ക് കയറണം എന്ന് പറഞ്ഞു. ഞാൻ കയറി. അത് ചേച്ചി എനിക്ക് ഒരു വലിയൊരു ഗിഫ്റ്റും ഒരു ബ്ലെസ്സും ഒക്കെ അങ്ങനെ ഒരു സംഭവമാണ്. 5 പേർക്കും കിട്ടാത്തൊരു കാര്യം അതെനിക്ക് കിട്ടി. അപ്പൊ അന്ന് അങ്ങനെ ഒരു ചെറിയൊരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു, അത് ഈ നല്ല സംഭവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം അത് അങ്ങനെയുള്ള ചില മൊമെന്റ്സ് ഒക്കെ നമ്മൾ ചിലരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പടച്ചോൻ ഇങ്ങ് കൊണ്ടത്തെ സത്യം. ശരി, അന്ന് കിട്ടാതെ പോയത് ഇന്ന് കിട്ടി. എപ്പോഴും പറഞ്ഞു. ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. എന്നെ എപ്പോ കണ്ടാലും അറിയുകയും ചെയ്യാം. അങ്ങനെ മറന്നു പോകുന്ന ഒരാളല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി മറക്കാതിരിക്കട്ടെ എപ്പോഴെങ്കിലും. അപ്പം ചേച്ചിക്ക് അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ചേച്ചിയുടെ വലിയ ഫോളോവർ ആണെന്ന് ചേച്ചിക്ക് അറിയാം. അന്ന് ചേച്ചി വേദിയിൽ എനിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചി പറഞ്ഞു റിജിയ നല്ല സിംഗറാണ്, പക്ഷെ ആ ഫിനാലെ എന്ന് പറയുന്നത് അറിയാലോ, ഒരു ഓപ്പൺ സ്റ്റേജ് ആണ്. ഒരു 5-10 മിനിറ്റ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പം ചിലർ നന്നായി ചെയ്യും, ചിലർക്ക് അത് പറ്റൂല. അപ്പം അതിന് അത്രയും കണ്ടാൽ മതി. നമുക്ക് ചേച്ചി എനിക്ക് വേണ്ടി പറയുമ്പോൾ അത് ഭയങ്കര വലിയ കാര്യമാണ്. സത്യം. ഒരു ഉപദേശം എന്ന് പറയുന്നത് മാത്രമല്ല അതല്ലേ, ഇല്ല വലിയൊരു നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഭയങ്കര ഒരു അതന്നെ ഒരു പ്രചോദനമാണ്. സത്യം. ഇതില് ചിത്ര ചേച്ചിന്റെ ഒരു ഫേവറേറ്റ് പാട്ട് പാടാൻ പറഞ്ഞ ഏത് പാടും? അയ്യോ ഒരുപാടുണ്ടല്ലേ. ചേച്ചിയുടെ പാട്ട് ഓൾ ടൈം എന്റെ ഫേവറേറ്റ് കാണാൻ തന്നെയാണ്. പാടുമോ? ഞാൻ എപ്പോഴും പാടാറുള്ളത് ഇഷ്ട പാട്ട് കേൾക്കാൻ. கண்ணாளனே எனது கண்ணை நேற்றோட காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலை பாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடமாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே பலி தீர வழி என்னவோ, கண்ணாளனே எனது கண்ணை நேற்றோட காணவில்லை, என் கண்களை പറിത്തു കൊണ്ടും ഏനിന്നും പേസവില്ലേ. സൂപ്പർ. ശരിക്കും ചിത്ര ചേച്ചി പറഞ്ഞു കറക്റ്റാ. അത് നല്ലൊരു സിംഗറാ. എല്ലാ സോങ്ങും ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. നമുക്ക് ഇങ്ങനെ അങ്ങ് പോവും. അടിപൊളി. ഞാൻ എന്റെ ഒരു ബാൻഡ് ഉണ്ട് എനിക്ക്, സുലൈമാനി എന്നാണ് പേര്. എന്താ പേര്? സുലൈമാനി. ഓക്കെ, നൈസ്. അപ്പം സുലൈമാനിന്റെ ഷോസിൽ എങ്ങനെ വന്നാലും ഞാൻ ഈ പാട്ട് പാടും. എത്ര സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഈ പാട്ട് ഞാൻ എങ്ങനെയൊരു പാടിയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയുണ്ട്. റിജിയുടെ സൗണ്ടിൽ ഈ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്, പ്രത്യേക രസമുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ആഗ്രഹം എന്താ ഇനിയില്ല? ഇനി മരിക്കുന്നവരെ ഒരു പാട്ടുകാരെ നിലനിൽക്കണം എന്നുള്ളതാണ് എപ്പോഴും പഠിച്ചവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ടുകാരി തന്നെയാണോ?
എപ്പോഴും ഒരു പാട്ടുകാരി അങ്ങനെയല്ലടോ. അതായത് എനിക്കാണെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് വരും. എൻ്റെ സൗണ്ട് അടഞ്ഞു പോയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പാട്ടുകാരികൾക്കും അല്ല, ഒരു മാസമൊക്കെ വോക്കൽ അടഞ്ഞു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കില്ല ഒരിക്കലും. മരിക്കുന്നവരെ അങ്ങനെ നിലനിൽക്കണം എന്നൊന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക പോലുമില്ല. നമുക്കൊരു സാധനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ അതിന് വേർത്ത് കാണുമോ? ഇല്ല. അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ക്ലൈമറ്റിന്റെ ചേഞ്ചസോ ഉണ്ടായിരിക്കാം, ഒരു തലേ ദിവസത്തെ സൗണ്ട്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു ദിവസം എൻ്റെ സൗണ്ട് അടഞ്ഞു. പക്ഷെ അത് ഞാൻ വിചാരിച്ചത്ര എളുപ്പത്തിൽ എനിക്ക് തിരിച്ചു വന്നില്ല. ഓൾമോസ്റ്റ് ഒരു മാസം എടുത്തു. അപ്പം ആ ഒരു മാസം ഞാൻ അനുഭവിച്ചത് ചെറുതൊന്നുമല്ല. ആസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ അതൊരിക്കലും എനിക്കറിയില്ല. നോർമൽ ഒരാൾക്ക് കേട്ട് അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. ഞാൻ എൻ്റെ ഇക്കാക്ക് സമാധാനം കൊടുത്തിട്ടില്ല. അതായത് നമുക്ക് ഇന്നും പോവാം, ഒന്നുകൂടി ഡോക്ടറെ കാണാം സൗണ്ട് എന്നുള്ള ടെൻഷൻ. നിങ്ങളുടെ ടൂളാണത്. അതില്ലാണ്ട് ജീവിക്കാൻ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പം മരിക്കുന്നവരെ അങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരു സാധനം എപ്പോഴും ഉണ്ട്. ആൻഡ് ഉറപ്പായിട്ടും റഹ്മാൻ സാറിന്റെ പാട്ട് പാടണം, രാജാ സാറിന്റെ പാട്ട് പാടണം. ഇതൊക്കെ അൾട്ടിമേറ്റ് ആഗ്രഹങ്ങളാണ്. ഇൻഷാ അല്ലാഹ് സാധിക്കട്ടെ. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചെയ്യുന്ന പോലെയുള്ള ഇൻഡി പ്രോഡക്ട്സ്, എൻ്റെ ഇൻഡി ട്രാക്സുകൾ ഇനി ഇപ്പൊ ഞാൻ സോണിക്ക് വേണ്ടി ചെയ്തു, സരഗമയ്ക്ക് വേണ്ടി ചെയ്തു. സോണി ഇന്ത്യയിലാണ് എൻ്റെ ലബോസെ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഞാനും നരേഷേരും കൂടി പാടിയ ഒരു പാട്ട് റിലീസ് ചെയ്തത്. അപ്പം സോണി ഇന്ത്യയിലൊക്കെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ബ്ലെസ് ആണ്. കാരണം ഇതൊരു സിനിമയൊന്നുമല്ല, ഒറ്റയാൾ പോരാട്ടാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ട്രാക്സുകൾ ഇനിയും ഇന്റർനാഷണലി ഉള്ള പ്ലാറ്റ്ഫോംസിൽ തന്നെ റിലീസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഇപ്പൊ എനിക്കൊന്നും അതിന് മാത്രം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അതിൽ തന്നെ ഒരു സോണി പോലത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി എന്ന് പറയുമ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇനി മുന്നോട്ടേക്ക് പോകാനുള്ള വലിയൊരു പ്രചോദനം കൂടിയാണ് അത്. തീർച്ചയായും. അപ്പോൾ ഇനി ഒരുപാട് പാട്ടുകൾ ചെയ്യണം. നിങ്ങൾ നല്ലൊരു കലാകാരിയാണ്. ഭയങ്കരമായിട്ട് കുറച്ച് ശരിക്കും അനുഗ്രഹിച്ചൊരു സൗണ്ട് ഉണ്ട് റിജിക്ക്. ഇപ്പം എനിക്ക് തോന്നുന്നു സോണി എന്ന പ്ലാറ്റ്ഫോം നമ്മുടെ ഒരു പാട്ട് ഏറ്റെടുക്കാന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിൽ തന്നെ വേറൊരു ഇൻഡി ട്രാക്ക് കൂടി ഉണ്ട്, വല്ലാത്തൊരു മനുഷ്യൻ. അതും അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. അത് റസാഖാണ് വലിയൊരു ഫാനായിരുന്നു ഞാൻ. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ട്രാക്കുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ പോലെ ഒരു ന്യൂക്കം പറഞ്ഞ റാസക്ക ഭയങ്കര ഫ്രീഡത്തോടു കൂടി സ്വീകരിച്ചു. നമ്മളൊരു പുതിയ ഒരാളുടെ പാട്ടാണെന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായില്ല. വളരെ 2 കൈ നീട്ടി സ്വീകരിച്ച മൂപ്പര് അദ്ദേഹം പാട്ട് കേട്ടപാട് പറഞ്ഞു. റെമ്യൂണറേഷൻ പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. അതായത് അതൊന്നും വിഷയമല്ല, നല്ല പാട്ടാണ്, നമുക്ക് പാടാദ്യം അങ്ങനെ പുള്ളി പാടി. അത് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ലൈവ് ഷോസിലൊക്കെ ഞാനും റാസക്കയും കൂടിയുള്ള ലൈവ് ഷോസിലൊക്കെ തന്നെ പാടാൻ തുടങ്ങി. അതിന് ലൈവ്ലി കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷം. ആ പാട്ടൊന്ന് പാടാവോ? വല്ലാത്തൊരു മനുഷ്യനും മനുഷ്യത്തിയാണേ, എല്ലാത്തിനും വേണം അരികത്ത് തന്നെ. പെരിയോന്റെ കലാമത്ത് നീ എൻ്റെ റഹ്മത്ത്, പെരിയോന്റെ കലാമത്ത് നീ എൻ്റെ റഹ്മത്ത്, നീ എൻ്റെ റഹ്മത്ത്. വല്ലാത്തൊരു മനുഷ്യനും മനുഷ്യത്തിയാണേ, എല്ലാത്തിനും വേണം അരികത്ത് തന്നെ. ശരിക്കും ഒരു ഗസൽ ഫീൽ ചെയ്യുന്നുണ്ട്. റാസക്കന്റെ ഒക്കെ ടൈപ്പ് ഓഫ് ഒരു സോങ്ങിൽ നന്നായിട്ട് പെട്ടുന്ന ഒരു സോങ് തന്നെ അത്. അതേ ഒരു ഫീലാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ കിട്ടും. എനിക്കൊന്ന് ഫാമിലി, ഇപ്പൊ ഉപ്പച്ചിനെ പറ്റി കുറെ പറഞ്ഞു. ശരിക്കും എങ്ങനെയാണ് ജിയുടെ ഫാമിലി എങ്ങനെ, എവിടെയാ? എന്റെ വീട്ടില് വാപ്പച്ചി ഉമ്മച്ചി, എനിക്കൊരു താത്ത ഉണ്ട്, പിന്നെ ഞാനും. 2 കുട്ടികളേ ഉള്ളൂ. ഉമ്മച്ചി ഈ പറഞ്ഞ പോലെ, ഉമ്മച്ചീനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ സന്തോഷങ്ങളെക്കാളേറെ എനിക്ക് വിഷമങ്ങളാണ് എപ്പോഴും ഓർമ്മ വരിക സത്യം പറഞ്ഞാൽ. അതെന്താ വെച്ചാൽ ഉമ്മച്ചീൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ചെറുപ്പത്തിലെ മുതൽ ഉമ്മച്ചി അത്ര ഹെൽത്തി ആയിട്ടൊന്നും അല്ല, പക്ഷെ A to Z കാര്യങ്ങൾ ഉമ്മ തന്നെയാണ് വീട്ടിൽ ചെയ്യാറ്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു എപ്പോഴും ആലോചിക്കുമ്പോൾ. പക്ഷെ ഉമ്മച്ചി ഒരിക്കലും ഇങ്ങനെ ഒരു കുറവ് ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല. ഇപ്പം സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് രാവിലെ ചോറൊന്നും വെച്ച് കൊടുത്തു വിടാറൊന്നുമില്ല. ബിക്കോസ് അവള് പറയും മതി, ഇനി കുഴപ്പമില്ല, രാവിലത്തെ ഫുഡ് മതി എന്ന് അവള് പറയും.
പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഒരു നേരം ചോറ് മിസ്സാക്കിയിട്ടില്ല എൻ്റെ ഉമ്മച്ചി. ഒരു നേരം എനിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം തന്നു വിട്ടിട്ടില്ല. അപ്പം അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ പാതിരാത്രി 4 മണിക്കൊക്കെ വരുമ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കും. അത് ഭയങ്കര ഉമ്മച്ചിക്ക് ഇപ്പൊ കണ്ടിരിക്കുമ്പോ ഭയങ്കര സന്തോഷായില്ലേ? ഇപ്പൊ റെജി ഇരിക്കുന്ന ഒരിത് നോക്കുമ്പോ ഉമ്മച്ചി ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതെ അതെ. ഉമ്മച്ചിക്ക് ശരിക്കും എന്താ? ക്യാൻസറാണ്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഇല്ല, സർവൈവിങ് ആണ് ഇപ്പോഴും. 3rd സ്റ്റേജ് ഒക്കെയാണ്. ഒരു കണ്ണേ ഉള്ളൂ ആൾക്ക്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ അല്ല, അന്നേരം വേറെ കുറേ ഇഷ്യൂസ്, തലയിൽ കുറച്ച് ട്യൂമേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, മാറട്ടെ ഇൻഷാ അല്ലാ. പക്ഷെ ആളതൊന്നും വകവെക്കൊന്നുമില്ല, ഭയങ്കര പോസിറ്റീവാണ്. അടിപൊളി. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്താണ് ന്യൂ പ്രൊജക്ട്സ് ഒക്കെ എന്തൊക്കെയാ? ഇതുപോലെയുള്ള കുറച്ച് ഇൻഡി പ്രോഡക്ട്സ് ഒക്കെ വരാനുണ്ട്. ഞാനിപ്പം പറഞ്ഞുള്ളൂ, ഷറഫ് ഖാ നമ്മളോട് കുറച്ച് ട്രാക്സ് ഒക്കെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാലറി വിഷന് വേണ്ടി, സ്വന്തം ഗാലറി വിഷന് വേണ്ടി. അപ്പം ഇപ്പൊ അതിനുള്ള പണിപ്പുരയിലാണ്. ഇൻഷാ അല്ലാ ഉടനെ തന്നെ കുറച്ച് നല്ല പ്രോഡക്ട്സ് ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും വരട്ടെ, ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും. പിന്നെ എന്താ പറയാ, ഒരുപാട് ദൂരം ഇനിയും പോകേണ്ടതായിട്ടുണ്ട്. എല്ലാ വഴികളും വളരെ സ്മൂത്ത് ആവട്ടെ. ഇൻഷാ അല്ലാ. വിജിയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.